This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ. തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, അതായത് ദൈവത്തിൻ്റെ ഭരണമെന്നർത്ഥം. ഒരു മനുഷ്യൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി. ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ രാജ്യം. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ഭരണത്തിനും വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം അഥവാ ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയാണ്. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ഭൂമിയെയും ആകാശത്തെയും നീക്കം ചെയ്ത് ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സ്ഥാപിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ പുതിയ ജെറുസലേം എന്ന നഗരം സ്ഥാപിച്ച് ദൈവവും എല്ലാ കാലഘട്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനവും ഒരുമിച്ച് വാസമാരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യം പ്രാപിക്കാൻ മാത്രമല്ല, അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദ വിസിബിൾ, ടാഞ്ചിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹവും അവകാശവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കാൻ പോകുന്ന വിശേഷമേറിയ പ്രതിഫലങ്ങളോ പുതിയ ജെറുസലേം ലഭിക്കാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ ഭവനങ്ങളോ അവൻ്റെ അനുഗ്രഹമോ അവകാശമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ
യഥാർത്ഥ അനുഗ്രഹവും അവകാശവും ദൈവം തന്നെയാണ്, അഥവാ ദൈവത്തിൻ്റെ തേജസ്സാണ്. വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളും ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ഒരിക്കലൂടെ ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ് കഴിഞ്ഞ 22 എപ്പിസോഡുകളിലായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനത്തിലെ ആദ്യത്തെ 3 അധ്യായങ്ങൾ മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ വെളിപ്പെടുത്തുകയാണ്. സകല മനുഷ്യരും ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് പാപികളായി തീർന്ന് ദൈവിക ന്യായവിധിയിൽ നിത്യമരണത്തിനായി വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നിത്യമരണത്തിനായി വിധിക്കപ്പെട്ട മനുഷ്യൻ തൻ്റെ സ്വന്തം പ്രവൃത്തികളിലൂടെ, യാഗ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നീതീകരിക്കപ്പെട്ട് നിത്യജീവങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള അത്യധ്വാനത്തിലാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ്റെ പ്രവൃത്തികളാൽ, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരുവനും ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റവിമുക്തനാക്കപ്പെടുത്തില്ല, നീതീകരിക്കപ്പെടുത്തില്ല. എന്നാൽ ദൈവം തൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിങ്കൽ അവൻ നിവർത്തിച്ച ആ വീണ്ടെടുപ്പിലൂടെ ഒരുവനെ സൗജന്യമായിട്ട് നീതീകരിക്കുകയാണ്. യേശു തനിക്ക് പകരമായി വന്നു. തൻ്റെ പാപത്തെ ദൈവം യേശുവിൻ്റെ മേൽ ചുമത്തി. ദൈവം യേശുവിനെ പാപമാക്കി തൻ്റെ പാപത്തിൻ്റെ ശിക്ഷാവിധി, മരണം യേശുവിന് കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കാക്കുകയാണ്. വിശ്വാസത്താൽ ദൈവനീതി പ്രാപിച്ചതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫലം നീതീകരണമാണെന്ന് പഠിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ദൈവകൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ച് ഈ കൃപയിൽ തുടരുവാനും ദൈവം നമ്മെ സഹായിക്കുകയാണ്. ദൈവനീതി പ്രാപിച്ചതിൻ്റെ മറ്റൊരു ഫലം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യമാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവനീതി പ്രാപിച്ച് നീതീകരിക്കപ്പെട്ടതിൻ്റെ ഒരു സുപ്രധാനമായ ഫലമെന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്കുണ്ടായ സമാധാനമാണ്. ഈ സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന സമാധാനമല്ല, പിന്നെയോ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ട സമാധാനമാണ്. വ്യക്തമാക്കാം, മനുഷ്യൻ ദൈവത്തിനെതിരെ പാപം ചെയ്തപ്പോൾ ദൈവത്തിനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ശത്രുത്വമുണ്ടായി. പാപിയായ മനുഷ്യന് ദൈവവുമായി ബന്ധപ്പെടാൻ കഴിയുന്നതല്ല. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ ശത്രുത്വമുണ്ടായി. കൊലോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ പാപം നിമിത്തം മനുഷ്യനും ദൈവത്തിനും തമ്മിലുള്ള ബന്ധത്തിൽ ശത്രുത്വമുണ്ടായി നാം ദൈവത്തിന് ശത്രുക്കളായി തീർന്നു. റോമാലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലും ഈ ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. വചനം പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ ദൈവത്തോട് ശത്രുതയിലായിരുന്നു. അത് പാപം നിമിത്തമാണ്. സങ്കീർത്തന പുസ്തകം 65-ൽ നിന്നും ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 2-ാം വാക്യവും 3-ാം വാക്യവുമാണ്. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളോവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. ലോകത്തിലെ സകല മനുഷ്യരും ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. ഇനി ദൈവമില്ലെന്ന് പറയുന്ന യുക്തിവാദികൾ പോലും ചില നിർണായക ഘട്ടങ്ങൾ വരുമ്പോൾ അവരും ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. അവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്.
അങ്ങനെ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. എന്നാൽ വചനം പറയുന്നു, എൻ്റെ അകൃത്യങ്ങൾ, എൻ്റെ പാപങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു. എന്നെ ദൈവത്തോട് അടുപ്പിക്കുവാൻ കഴിയാതെ എനിക്കും ദൈവത്തിനും മധ്യത്തിൽ എൻ്റെ പാപങ്ങൾ ഒരു വൻമതിൽ പോലെ എനിക്കും നേരെ അതിബലമായി നിൽക്കുകയാണ്. മനുഷ്യനും ദൈവത്തിനും ഇടയിൽ പാപം വലിയ അകൽച്ച കൊണ്ടുവന്നു, ശത്രുത്വം കൊണ്ടുവന്നു. ഇനി ആ പാപത്തെ പരിഹരിക്കുന്നത് എങ്ങനെയാണ്? ആ വചനം തന്നെ പറയുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. ഇതാ സുവിശേഷം. മനുഷ്യനും അവൻ്റെ പ്രവൃത്തികൾക്കും അവൻ്റെ ന്യായപ്രമാണത്തിനും അവൻ്റെ കർമ്മമാർഗങ്ങൾക്കും ഒന്നിനും അവൻ്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയത്തില്ലെന്ന് ന്യായപ്രമാണ യുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തൻ പറയുകയാണ്. എല്ലാ കർമ്മമാർഗങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ചെയ്ത് മടുത്ത ഒരു ഭക്തൻ പറയുകയാണ്, ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുന്നതല്ല, നീയോ യഹോവേ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവത്തിനു മാത്രമേ കഴിയൂ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിരിക്കുകയാണ്. അതിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിടുകയാണ്. അങ്ങനെ ആ നീതി പ്രാപിച്ചതുകൊണ്ട്, ആ നീതിയാൽ നാം നീതീകരിക്കപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ദൈവത്തോട് ശത്രുത്വമില്ലെന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. സമാധാനം എന്ന പദത്തിന് വേദപുസ്തകത്തിൽ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സമാധാനത്തിൻ്റെ ദൈവമെന്നാണ്. അതായത് ദൈവത്തിൻ്റെ സവിശേഷമായ ഒരു ഗുണമാണ് സമാധാനം. അവൻ്റെ പേരാണ് ഗാഡ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ദൈവം. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശു പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. സമാധാനം എന്നത് നാം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഒരു ദൈവിക ദാനമാണ്. യേശുവിൻ്റെ മേലുള്ള സമാധാനം അവൻ തൻ്റെ ജനത്തിന് ദാനമായി കൊടുക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കുമെന്നാണ്. ഒരു വാച്ച്മാൻ ഒരു വീട് കാക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെയും ചിന്തകളെയും കാത്തു സൂക്ഷിക്കുമെന്ന് വചനം പറയുകയാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുമാറാകട്ടെ. ഒരു രാജാവ് തൻ്റെ രാജ്യത്തിൻ്റെ മീതെ ഭരിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സമാധാനം ഒരുവൻ്റെ ഹൃദയത്തെ ഭരിക്കുമെന്ന് വചനം പറയുന്നു. ഈ സമാധാനം ഒരുവൻ തൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. വെറും വൈകാരികമായ തോന്നലോ അനുഭവമോ മാത്രമല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ദൈവം ഒരുവൻ്റെ ഹൃദയത്തിൽ തൻ്റെ സമാധാനത്തെ കൊടുക്കുന്നു. എന്നാൽ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്ന സമാധാനം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന സമാധാനമല്ല, പിന്നെയോ ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്കുണ്ടായ സമാധാനമാണ്. പാപത്താൽ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൻ്റെ മധ്യത്തിൽ ശത്രുത്വമുണ്ടായെങ്കിൽ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്ന് നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ച് നമ്മുടെ മരണം അനുഭവിച്ചതുകൊണ്ട്
അവൻ്റെ നീതിയാൽ നാം ദൈവത്തിൻ്റെ നീതി പ്രാപിച്ച് ഇപ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്ക് സമാധാനമുണ്ടായിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൈവത്തോട് ശത്രുത്വമില്ല. ഒരു കാര്യം വളരെ വ്യക്തമായി നാം അറിഞ്ഞിരിക്കേണ്ടത്, എനിക്ക് ദൈവവുമായുള്ള ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ എൻ്റെ ഹൃദയം നോക്കിയല്ല പരിശോധിക്കുന്നത്. ഞാൻ ഒരുപക്ഷെ നന്നായി പ്രാർത്ഥിക്കാം, നന്നായി ഉപവസിക്കാം, വചനമൊക്കെ വായിക്കാം. ആ സമയത്ത് എൻ്റെ ധാരണ എനിക്കിപ്പോൾ ദൈവത്തോട് ശരിയായ ബന്ധമുണ്ടെന്നാണ്. ചിലപ്പോൾ ഞാൻ ശരിയാവണ്ണം പ്രാർത്ഥിക്കത്തില്ല, ഉപവസിക്കത്തില്ല, വചനം വായിക്കത്തില്ല. അപ്പോൾ എൻ്റെ ധാരണ ഞാൻ ദൈവത്തിൽ നിന്നും വളരെ അകന്നുപോയെന്നാണ്. ശ്രദ്ധിക്കുക, ഞാൻ ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തെ അളക്കുന്നത് എൻ്റെ ഹൃദയത്തിലെ ആത്മീയത്തിൻ്റെ ഏറ്റക്കുറച്ചിലിനെ അടിസ്ഥാനമാക്കിയല്ല, പിന്നെയോ പിതാവാം ദൈവത്താൽ യേശുക്രിസ്തു മുഖാന്തരം അവൻ്റെ നീതി പ്രാപിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ ദൈവത്തോട് സമാധാനമുണ്ട്, എനിക്കിപ്പോൾ ദൈവത്തോട് ശത്രുത്വമില്ല. ഞാനും ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തെ നിശ്ചയിക്കുന്നത് എൻ്റെ ഒരു പ്രവൃത്തിയുമല്ല, എൻ്റെ പ്രാർത്ഥനയോ ഉപവാസമോ വചനധ്യാനമോ ഒന്നുമല്ല. പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, വചനം ധ്യാനിക്കണം, ഇതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങളാണ്. പക്ഷേ അടിസ്ഥാനപരമായി പറഞ്ഞാൽ ദൈവവുമായി ഒരുവന് സമാധാന ബന്ധമുണ്ടായത് അവൻ്റെ പ്രവൃത്തി നിമിത്തമല്ല. ആ സമാധാന ബന്ധമുണ്ടാക്കിയത് ദൈവത്താലാണെന്ന് ഒരുവൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ ദൈവത്താൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുകയാണ്. ദൈവം നമ്മെ ക്രിസ്തു യേശുവിൽ ആക്കി വെച്ച് താനുമായുള്ള ബന്ധത്തിൽ സമാധാനത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതാണ് സമാധാനത്തിൻ്റെ സുവിശേഷം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി. എന്താ ഈ സമാധാനത്തിൻ്റെ അർത്ഥം? നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന സമാധാനമല്ല, പിന്നെയോ പാപം നിമിത്തം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ശത്രുത്വമുണ്ടായി. നമ്മുടെ പാപത്തെ നീക്കം ചെയ്യുവാൻ, ശത്രുത്വം നീക്കം ചെയ്യുവാൻ യേശുവിൻ്റെ മേൽ നമ്മുടെ പാപത്തെ ചുമത്തി നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമുള്ള ശിക്ഷ അവൻ്റെ മേൽ കൊടുത്തിട്ട് പാപത്തെ ദൈവം നീക്കം ചെയ്ത്, ശത്രുത്വത്തെ നീക്കം ചെയ്ത് ദൈവവുമായുള്ള ബന്ധത്തിൽ സമാധാനം സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിൻ്റെ മേൽ ദൈവം കൊടുത്തു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. യേശുവിൻ്റെ ക്രൂശിലെ രക്തം, അവൻ ചൊരിഞ്ഞ രക്തം നമ്മുടെ പാപങ്ങൾക്ക് മോചനം വരുത്തി. പാപങ്ങൾ മോചിക്കപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ ദൈവവും നാമും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇടയിൽ ശത്രുത്വമില്ല, മറിച്ച് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഈ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന സമാധാനമല്ല, പിന്നെയോ ദൈവവുമായുള്ള ബന്ധത്തിൽ ഉണ്ടാക്കപ്പെട്ട സമാധാനമാണ്. യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം നമ്മുടെ പാപങ്ങളുടെ മോചനമായി തീർന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ദൈവത്തോട് സമാധാനമുണ്ട്. എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം തുടങ്ങിയാണ്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുന്നു. നാം പണ്ട് പാപത്താൽ ദൈവത്തിൽ നിന്നും വിദൂരത്തിലായിരുന്നു, ശത്രുതയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം ദൈവത്തോട് സമീപത്തിലായിരിക്കുന്നു. നാം ദൈവത്തിൽ നിന്ന് അകന്നവരല്ല, നമുക്കിപ്പോൾ ദൈവത്തോട് ശരിയായിരിക്കുന്ന സമാധാന ബന്ധമുണ്ട്. ഇനി 14, 15, 16 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അവൻ നമ്മുടെ സമാധാനം, യേശു നമ്മുടെ സമാധാനം.
അവൻ സമാധാനത്തിൻ്റെ പ്രഭു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ അകത്ത് സമാധാനം തരുന്ന അർത്ഥത്തിലല്ല, പിന്നെയോ ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായിരുന്ന അകൽച്ചയെ മാറ്റിക്കളഞ്ഞ് ശത്രുത്വം നീക്കി ദൈവവുമായ സമാധാനം സൃഷ്ടിച്ചെടുത്തത് യേശുവാണ്. യേശുവാണ് നമ്മുടെ സമാധാനം. ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ, സമാധാനം യേശുവാണെന്ന് പറഞ്ഞിരിക്കുക. എന്നിട്ട് ആ 14 തുടങ്ങി 16 വരെയുള്ള വാക്യങ്ങളിൽ ജാതികളും യഹൂദന്മാരും തമ്മിലുണ്ടായ ശത്രുത്വം ക്രൂശിലൂടെ നീക്കി ഇരുപക്ഷത്തെയും ഒന്നാക്കി ജാതികളുടെയും യഹൂദന്മാരുടെയും മധ്യത്തിൽ സമാധാനം പുനഃസ്ഥാപിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 17-ാം വാക്യം ഞാൻ വായിക്കാം. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. യേശു വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക്, അത് ദൈവത്തെ അറിയാതിരുന്ന അന്യജാതികളായ നമ്മെക്കുറിച്ച് പറയുകയാണ്. ആ ദൂരത്തായിരുന്ന ജാതികളായിരുന്ന നമ്മോട് സമാധാനം സുവിശേഷിച്ചു. മാത്രമല്ല സമീപത്തുള്ളവർക്കും സമാധാനം സുവിശേഷിച്ചു. സമീപത്തുള്ളവർ ദൈവത്തിൻ്റെ ജനമായ യഹൂദന്മാരാണ്. അപ്പോൾ യഹൂദന്മാരോടും ജാതികളോടുമുള്ള സുവിശേഷം ഈ സമാധാനമാണ്. ഈ പറഞ്ഞിരിക്കുന്ന സമാധാനം ഒരുവൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന സമാധാനമല്ല, പിന്നെയോ ദൈവവുമായുള്ള ബന്ധത്തിൽ നിനക്കിനി അകൽച്ചയില്ല. പാപത്തെ നീക്കം ചെയ്യപ്പെട്ടു, ശത്രുത്വം മാറ്റപ്പെട്ടു. ഇപ്പോൾ നിനക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇതാ സുവിശേഷം. അതുകൊണ്ട് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഈ സുവിശേഷത്തെ സമാധാനത്തിൻ്റെ സുവിശേഷമെന്ന് പറയുകയാണ്. ദ ഗാസ്പൽ ഓഫ് പീസ്. എന്താണ് സമാധാനത്തിൻ്റെ സുവിശേഷം എന്നാൽ അർത്ഥം? യേശുക്രിസ്തു നിനക്ക് ഹൃദയത്തിൽ സമാധാനം തരുമെന്ന് പറഞ്ഞാൽ അത് സമാധാന സുവിശേഷമല്ല, പിന്നെയോ മനുഷ്യൻ്റെ പാപം നിമിത്തം ദൈവത്തിനും അവൻ്റെയും മധ്യത്തിൽ ശത്രുത്വമുണ്ടായി. അവൻ ദൈവത്തിൽ നകന്നുപോയി. ഇപ്പോൾ മനുഷ്യൻ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുവാൻ, പാപങ്ങൾ മോചിക്കുവാൻ എല്ലാ തരത്തിലുമുള്ള കർമ്മമാർഗങ്ങൾ, യാഗങ്ങൾ, വഴിപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സുവിശേഷം പറയുന്നു, ഇനി നീ യാതൊരു പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമില്ല. നിന്റെ പാപങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ മോചിക്കപ്പെട്ടു. പാപശിക്ഷ അവൻ അനുഭവിച്ചു. അവൻ തൻ്റെ രക്തത്താൽ നിന്നെ ദൈവവുമായി സമാധാനത്തിലാക്കി. ഇത് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തോട് ഇപ്പോൾ സമാധാനമുണ്ട്. അതുകൊണ്ട് ഈ സുവിശേഷത്തെ സമാധാനത്തിൻ്റെ സുവിശേഷമെന്ന് പറയുക. ഈ സമാധാന സുവിശേഷത്തിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക. ദൈവവുമായുള്ള ശരിയായ ബന്ധത്തിലേക്ക് മടങ്ങി വരുവാൻ ഇനി നിങ്ങൾ യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു യാഗമോ വഴിപാടോ തീർത്ഥാടനങ്ങളോ കർമ്മമാർഗങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനം വന്നു കഴിഞ്ഞു. ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചുചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജനത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും.
ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ. പുതു ജെറുസലേം നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ.